സാറിന് ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. കലയും സാഹിത്യവുമായി അത്ര ബന്ധം പോരല്ലേ. കൂടെ ഉള്ളത് രോഹിത്തും രശ്മി. നമസ്കാരം. ഓക്കെ. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ കുഞ്ഞെ. ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനാ. ഓക്കെ. ഒന്നും വിചാരിക്കല്ലേ, ഇച്ചിരി സാനിറ്റൈസർ അടിക്കുവാണ് കേട്ടോ. എന്റെ മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങൾ ഈ ചെറുക്കൻ കാണിക്കുന്നു. ഒന്നും വിചാരിക്കല്ലേ, ഇച്ചിരി സാനിറ്റൈസർ അടിക്കുവാണ് കേട്ടോ. ഓക്കെ. എനിക്ക് കൊറോണയൊന്നുമില്ല. നിന്നോട് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഞാൻ ചോദിച്ചാണോ? അപ്പൊ നീ എന്താ പറഞ്ഞേ? അവള് നിന്റെ ഫ്രണ്ടാണ്. അതല്ല, ആക്ച്വലി ഇത് നമ്മുടെ ഒരു രീതിയാണ്. വേണമെങ്കിൽ ഞാൻ തരാം. ഒരു ഫീൽ അടിക്കും. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബേസിക് ഹൈജീന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചിത്രയെ സിനിമയല്ല, ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ആയതുകൊണ്ടുണ്ടല്ലോ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സാനിറ്റൈസർ. എന്തിനാ കത്തി എടുക്കുന്നേ? ഇങ്ങനെ അർത്ഥ കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. കാരണം പ്രശ്നേഷിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് എനിക്ക് ആദ്യമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ആക്ച്വലി പിന്നെ സച്ചിനൊന്ന് വിവരം അറിയിക്കണം. ഇവിടെ ആരെന്ത് ചെയ്താലും ഞാൻ അറിയും. എന്നെ പറ്റിക്കാൻ ആർക്കും കഴിയും.